കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുന്നു. പ്രിയ സൗരസൗരന്മാരെ, ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് അറിയാൻ പാടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ തലമുറയിൽ ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് ആധാരമായിട്ട് ഞാനൊരു വേദവാക്യം വായിക്കാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വേദവചനമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യമാണ്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞൊരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവിടെ യേശുക്രിസ്തു പറയുവാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് പോലും അറിയില്ല. അപ്പം യേശുക്രിസ്തു മനുഷ്യപുത്രനായകയാൽ യേശുക്രിസ്തുവിന് ഈ കാര്യം അറിയില്ല എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശുക്രിസ്തു ആ ലക്ഷണം പറഞ്ഞു വന്ന ആ ലക്ഷണത്തിൻ്റെ ഒടുവിൽ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവായ ദൈവത്തിനല്ലാതെ പുത്രനായ എനിക്ക് പോലും അറിയില്ല. അപ്പം യേശുക്രിസ്തുവിന് അറിയില്ലാത്ത ഒരേ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുക്രിസ്തു മടങ്ങി വരുന്നത് എപ്പോഴാണെന്ന് യേശുക്രിസ്തുവിന് പോലും അറിയില്ല എന്നുള്ളതാണ്. ആ നാളും നാഴികയും സംബന്ധിച്ച് എന്നാണ് പറയുന്നത്. ഒരു ദിവസം, നാളെന്ന് പറയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു ദിവസം മടങ്ങി വരും. ആ മടങ്ങി വരുന്ന ദിവസം ദൈവം ലോകത്തെ ന്യായം വിധിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ അരയോഗമധ്യേ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസം നിശ്ചയിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള ഉറപ്പും നൽകിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് എങ്ങനെയാണ്? ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആ ദിവസം എന്നാണെന്ന് പൗലോസിന് അറിയത്തില്ല, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് പോലും അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകണമെന്ന് യോഹന്നാൻ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ഈ ന്യായവിധിയുടെ ദിവസം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസം എന്നാണെന്ന് യേശുക്രിസ്തുവിന് പോലും അറിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളോട് കർത്താവ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഒരു വാണിംഗ് ഉണ്ട്. ഒരു വാണിംഗ് എന്നാണെന്നറിയോ? ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യമാണ്. അത് ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 21-34: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ അതിഭക്ഷണത്താലും
ഉപജീവന ചിന്തകളാലും ഈ ഭൗതികമായ കാര്യങ്ങളാൽ നമ്മൾ ഭാരപ്പെട്ടിട്ട്, നമ്മളുടെ ഹൃദയം ഭാരപ്പെട്ടിട്ട് ആ ദിവസം, ഏത് ദിവസം? യേശുക്രിസ്തു വരുമ്പോൾ ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന ആ ദിവസം, അത് പെട്ടെന്ന് കെണി പോലെ നിങ്ങൾക്ക് വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവം ഒരു വാണിംഗ് തരുന്നത് ഇങ്ങനെയാണ്, അതൊരു കെണി പോലെ നമുക്ക് വന്ന് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഒരടയാളം പറഞ്ഞു. എന്താണെന്നറിയോ? നോഹയുടെ കാലം പോലെയുള്ള കാലമാണ്. യേശുക്രിസ്തുവിന്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണം ചോദിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഞാൻ വായിക്കാം. മത്തായി 24:37. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ഇവിടെ യേശുക്രിസ്തു നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. യേശുക്രിസ്തു വരുന്നത് എന്നാണെന്ന് യേശുക്രിസ്തുവിന് പോലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു അതിനൊരു അടയാളം പറഞ്ഞു. നോഹയുടെ കാലം പോലെയുള്ള കാലമായിരിക്കും. നോഹയുടെ കാലത്ത് അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും തിന്നും കുടിച്ചും പോന്നു എന്നുള്ളതാണ്. അപ്പൊ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാണ്. വിവാഹം കഴിക്കുക എന്നുള്ളതും വിവാഹത്തിന് കൊടുക്കുക എന്നുള്ളതും ദൈവത്തിന്റെ നിയോഗമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ നിയോഗമായ തീറ്റ കുടിയും ദൈവത്തിന്റെ നിയോഗമായ വിവാഹവും, അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിശ്വാസികളെ സംബന്ധിച്ച് സാത്താൻ വിശ്വാസികൾക്ക് ആവശ്യമായ ഒരു കാര്യം വെച്ചുകൊണ്ട് സാത്താൻ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയായി മാറി എന്നുള്ളതാണ്. യാക്കോബ് അപ്പോസ്തലൻ അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഭോഗ ഇച്ഛകളാൽ നമ്മൾ വല്ലാതെ ദൈവത്തോട് യാചിക്കുന്നു എന്നാണ്. അപ്പം മനുഷ്യൻ ഭോഗപ്രിയരായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നോഹയുടെ കാലത്ത് ഇത് തന്നെയായിരുന്നു സംഭവം. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും അവരിങ്ങനെ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചിരുന്നു. പെട്ടെന്നാണ് ജലപ്രളയം വന്ന് ലോകത്തെ മൂടിക്കളഞ്ഞത്. അപ്പൊ ജലം കൊണ്ട് ദൈവം ലോകത്തെ ന്യായം വിധിച്ചതുപോലെ വീണ്ടും അതേ കാലം പോലെയുള്ള കാലം വരുമെന്നും ആ കാലത്ത് പെട്ടെന്ന് ന്യായവിധി ദിവസം പ്രത്യക്ഷപ്പെടുമെന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. സൗരസാരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് മനുഷ്യൻ അവര് വാസ്തവത്തിൽ എപ്പിക്കൂര്യരെ പോലെ, എപ്പിക്കൂര്യർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ പോലെ അവരുടെ വയറാണ് ദൈവം. അതായത് അവർ ജീവിക്കുന്നതും അനുസരിക്കുന്നതും കീഴ്പ്പെട്ടിരിക്കുന്നതും അവരുടെ വയറിനാണ്. അപ്പോൾ വയറിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ജീവിതമായ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഭോഗപ്രിയരായി മാറി. അതായത് ഈ ലോകത്തിൽ എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റുമോ, തിന്നാസ്വദിക്കാൻ പറ്റുമോ, അതെല്ലാം തിന്നാസ്വദിക്കുവാനുള്ള ഒരു വ്യഗ്രത ഇന്ന് സകല മനുഷ്യരിലുമുണ്ട്. അപ്പൊ അത് ഭോഗ ഇച്ഛകളാണ്, അത് ഉപജീവന ചിന്തകളാണ്. നമ്മുടെ ഹൃദയം അതിഭക്ഷണം കൊണ്ടും മദ്യപാനം കൊണ്ടും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ഹൃദയം എപ്പോഴും ഭാരപ്പെട്ട് ഉപജീവന ചിന്തകളാലും ഭക്ഷണത്താലും
നമ്മൾ ഭാരപ്പെട്ടിരിക്കും. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ നമുക്കുണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ നിയോഗമാണ്, അത് കുഴപ്പമില്ല. വിവാഹം കഴിക്കുന്നതും വിവാഹം കൊടുക്കുന്നതും വിവാഹത്തിന് കൊടുക്കുന്നതും ദൈവത്തിൻ്റെ നിയോഗമാണ്, അതും പ്രശ്നമില്ല. പക്ഷെ മനുഷ്യൻ്റെ ചിന്തകളും ഭാരങ്ങളും ഇതിനെക്കുറിച്ച് മാത്രമാകുമ്പോൾ അവർ ലൗകികരായി തീരുന്നു എന്നുള്ളതാണ്, അവർ ഭോഗപ്രിയരായി തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭോഗപ്രിയരായി തീരുന്ന ആ കാലയളവിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന, ലൗകിക കാര്യങ്ങളിൽ ചിന്ത വെച്ചിരിക്കുന്ന ആ കാര്യത്തിൽ ലൂക്കോസ് പറയുന്നത് എന്നാണെന്നറിയോ, ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വന്നു ഭവിക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ദിവസം കെണി പോലെ വന്നു ഭവിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. യേശുക്രിസ്തു വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. യേശുക്രിസ്തു എന്നാണ് വരുന്നതെന്ന് യേശുക്രിസ്തുവിന് അറിയില്ല. യേശുക്രിസ്തു എന്നാണ് വരുന്നതെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. യേശുക്രിസ്തു എന്നാണ് വരുന്നതെന്ന് വിശ്വാസികൾക്കും അറിയത്തില്ല. അതാകെ അറിയാവുന്നത് പിതാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, അതെന്നാണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹം ഈ ലോകത്തിലുള്ളതായ ലൗകിക ചിന്തകളാലും അതിഭക്ഷണത്താലും ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുവാനും തക്കവണ്ണം നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഇരിപ്പിൻ എന്നാണ്. അപ്പം 3 കാര്യങ്ങൾ അതിനകത്ത് കർത്താവ് ഊന്നി പറഞ്ഞേക്കാണ്. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഇരിപ്പിൻ എന്ന് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു രണ്ടാമത് വരും എന്നുള്ള ആ ഒരു ബോധ്യം പോലും ഇല്ലാതെയാണോ ഇന്ന് വിശ്വാസികൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത ശൈലികളും കാണുമ്പോൾ യേശുക്രിസ്തു രണ്ടാമത് വരും എന്നൊരു പ്രത്യാശ അവർക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാപ്തരാക്കേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിപ്പിൻ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു ഒരു ദിവസം വരും, അന്ന് നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കും. ആ ന്യായവിധിയിൽ അകപ്പെടാതെ, ശിക്ഷാവിധിയിൽ അകപ്പെടാതെ, ലോകത്തിൻ്റെ ന്യായവിധിയിൽ ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് നാം അറിയാത്തതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലമാണിത്.
മനുഷ്യർ ഭോഗപ്രിയരായി ജീവിക്കുന്ന തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ അങ്ങനെയാണ്. അന്ത്യകാലത്ത് മനുഷ്യർ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിക്കും, അതിൻ്റെ ശക്തി ത്യജിക്കും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഏറിയ പങ്കും ശരീരത്തിൻ്റെ, നിങ്ങളുടെ അവയവങ്ങളുടെ ഭോഗ ഇച്ഛകളെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായതുകൊണ്ട് അതിന് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ശാരീരികമായ, ഭൗമികമായ, ലൗകികമായ ഈ ഭോഗപ്രിയരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയ സൗരസൗരന്മാരെ, ദൈവവചനം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അരുളി ചെയ്ത ദൈവവചനം എത്ര ഗൗരവമായി നാം കാണണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. യേശുക്രിസ്തു ഒരു ദിവസം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അതിൻ്റെ ഉറപ്പിന് വേണ്ടി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലിരിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നും കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഉപജീവന ചിന്തകളും അതിഭക്ഷണങ്ങളും മറന്ന്, അങ്ങനെയുള്ള ലൗകിക ഭോഗ കാര്യങ്ങളെ മറന്ന്, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഒരു വിശ്വാസി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവായി മൊഴിഞ്ഞ വചനം. അപ്പം ആ വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ, കർത്താവിൻ്റെ വരവ് എന്താണെന്ന് യേശുക്രിസ്തുവിന് പോലും അറിയത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു, എനിക്കും അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയാവൂ. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് എന്നാണെന്ന് യേശുക്രിസ്തുവിന് അറിയില്ല. അപ്പോൾ യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്. പിതാവ് എപ്പോഴാണോ യേശുക്രിസ്തുവിനോട് മകനെ നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് എപ്പോഴാണോ അന്ന് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. അപ്പൊ യേശുക്രിസ്തു പിതാവിൻ്റെ ആ ആജ്ഞ എപ്പോഴാണ് പിതാവ് കൽപ്പിക്കുന്നത്, എപ്പോഴാണ് പിതാവ് നിർദ്ദേശിക്കുന്നതെന്ന് യേശുക്രിസ്തു സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. ഭൂമിയിലേക്ക് വരാൻ വേണ്ടി യേശുക്രിസ്തു ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദിവസം എന്നാന്ന് പിതാവിനെ അറിയാത്തുള്ളൂ. അപ്പൊ പിതാവ് നിശ്ചയിക്കുന്ന ആ ദിവസം എന്നാണ് എന്ന് യേശുക്രിസ്തു സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, നമ്മളെ നീതീകരിക്കാൻ വേണ്ടി യേശുക്രിസ്തു ഒന്നാമത് ലോകത്തിൽ വന്നു. അതും കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം നിശ്ചയിച്ച സമയത്താണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനോടുകൂടെ ചേർക്കേണ്ടതിന് അവൻ രണ്ടാമത് വരും. ആ രണ്ടാമത് വരുന്ന ദിവസം എന്നാണെന്ന് യേശുവിന് അറിയാൻ പാടില്ലാത്ത കാരണം പിതാവിൽ നിന്ന് കൽപ്പന പുറപ്പെടുന്നത് വരെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു കാത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. എന്തിന്? തൻ്റെ വൃതന്മാരെ ചേർക്കുവാനായിട്ട്. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ വൃതന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വരാനായിട്ട് യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണ്. പിതാവ് എപ്പോൾ പറയുന്നു അപ്പോൾ യേശുക്രിസ്തു വരും. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ആ യേശുക്രിസ്തു നമ്മെ ചേർക്കാൻ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? യേശുക്രിസ്തു വരുമ്പോൾ ചേർക്കപ്പെടണമെന്നുള്ള അല്ലെങ്കിൽ എടുക്കപ്പെടണമെന്നുള്ള പ്രത്യാശയോടെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കണം. ഈ ലോകത്തിലുള്ള സർവഭൂതലത്തിലുമുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ലൗകികമായ ഉല്ലാസങ്ങളിൽ രസിച്ചും ജഡീകമായ ഭോഗ ഇച്ഛകളിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടും ജീവിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനായി ഉണർന്നും പ്രാർത്ഥിച്ചും
ഒരുങ്ങിയും ഇരിക്കാൻ കർത്താവായ യേശുക്രിസ്തു നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിർദ്ദേശം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഈ ചുരുങ്ങിയിരിക്കുന്ന കാലയളവിൽ, യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനം നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് നാം ഉണർന്നിരിക്കേണ്ടതിനും ഒരുങ്ങിയിരിക്കേണ്ടതിനും പ്രാർത്ഥിക്കേണ്ടതിനും വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിന് പോലും അറിയത്തില്ല എന്നാണ് വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഈ ലോകത്തിലുള്ളവരെ പോലെ ചിന്തിച്ച്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ട്, ഹൃദയം ഭാരപ്പെട്ട്, ഭോഗപ്രിയരായി ജീവിക്കാതെ, നമ്മുടെ കർത്താവ് എന്ന് വരും, എപ്പോൾ വരും എന്നുള്ള പ്രത്യാശയോടുകൂടി നാം ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.